ഹലോ ഗൈസ്, നമസ്കാരം. ബ്ലക്കോറിനടുത്തൊരു കിള്ളംപാറ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ബാഗിലെടുത്തിട്ട് ഒരു ചെറിയ വീണ്ടും യാത്രയിലേക്ക് പോകാൻ പോവാണ്. പിന്നെ ഇന്നത്തെ ട്രിപ്പ് നമ്മുടെ സ്വന്തം പറശ്ശിനിയോടൊപ്പമാണ്. അപ്പോൾ ദോസ്തിൻ്റെ വീഡിയോനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് പറശ്ശിനിയുടെ സർവീസ് വീഡിയോ ആണ്. അയ്യോ, ലൈറ്റ് പോയല്ലോ, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. പിന്നെ നമുക്കിനി പറശ്ശിനീൻ്റെ വീഡിയോസ് കാണാം. ഓക്കെ, വണ്ടിയിലേക്ക് കയറണം. ഓക്കെ, ലൈറ്റ് വന്നു. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ബാഗ് ഉള്ളിൽ വെക്കണം. ഇവിടത്തേക്ക് യാത്ര എന്നല്ലേ മൂന്നാറേക്ക് പോകാനുള്ള പരിപാടിയാണ്. കണ്ട, ഇതാണ് നമ്മളെ പറശ്ശിനിയുടെ ഉള്ളിലത്തെ ലൈറ്റ് സെറ്റിങ്സ്. ഉള്ളിൽ നിന്നുകൊണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻ്റ് ഇട്. ഓക്കെ, അപ്പോൾ പോകാൻ പോന്ന 5-ാം തീയതി. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആവാനായി. പാർട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിയുന്നില്ല, തൊണ്ടവേദനയുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാനിവിടെ എത്തിന്, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ത്രില്ലായിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ അപ്പോൾ നമ്മളെ ഹോട്ട് സീറ്റിലെത്തിയിട്ടുണ്ട്. ഇനി താക്കോലൊന്ന് ഓണാക്കാം. ബിസ്മില്ല. ചെക്കൻ എണീച്ച് ഉണർന്നു. ഓക്കെ, വെറുതെ ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് എയറിലൊന്ന് കയറ്റി സെറ്റാക്കി നോക്കിയിട്ട് എത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പ് ലൈറ്റെല്ലാം ഒന്ന് ഓഫാക്കണം. ലൈറ്റെല്ലാം ഓഫാക്കി ഇനി നമ്മളെ ചെക്കൻ്റെ സൗണ്ട് കേട്ടെ സ്റ്റാർട്ടാക്കുമ്പോൾ. സ്റ്റാർട്ടായി. വാവ്, കൂളാങ്ങാണ്. ഇനി നമുക്ക് വീട്ടിൽ ലൈറ്റ് ഇടാം. പിന്നെ ഓക്കെ, വീണ്ടും ലൈറ്റ് ഇട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 4 ദിവസവും സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വെച്ചിട്ട് വീഡിയോസ് ഇടാനാണ്. അപ്പോൾ എനിക്ക് കാണുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത്, മൂന്നാറിലേക്ക് പോകുന്ന വീഡിയോ, പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് ഫണ്ട്, പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ പാർട്ടീനെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് ഇതിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സത്യം പറഞ്ഞ പാർട്ടി ഏതാണെന്ന് നമുക്കറിയില്ല. ഓണർ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നൈജേഷും ഉണ്ട്. അവൻ ഇപ്പോൾ ഇരിക്കുന്ന ജോയിൻ ചെയ്യും. അവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എളുപ്പമായിരിക്കും. അവനായിരിക്കും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ആൾ സൂപ്പറാണ്, പരിചയപ്പെടാം. അപ്പോൾ ഒരു 3 ദിവസത്തെ ട്രിപ്പ് നമുക്ക് കാണാം. പിന്നെ ഡെയിലി വീഡിയോസ് ഇടാത്ത എന്താണെന്ന് ചോദിക്കുന്നവരോട് സമയമില്ല. പിന്നെ ഫോണ് ഫുള്ള് കംപ്ലൈൻറ്റാണ്, ഫുള്ള് സീനാണ്. ഫോണ് മാറ്റണം. നിങ്ങളെ സപ്പോർട്ടിലുണ്ടെങ്കിലേ ഫോണിലൊന്ന് മാറ്റിയിട്ട് നല്ല ഫോണിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി യാത്ര ചെയ്യുന്നതും പിന്നെ മൂന്നാർ എത്തുന്നതും. മൂന്നാർ ഹെവൻ ഇൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പിന്നെ മൂന്നാറിലെ അത്യാവശ്യം നല്ല സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന വിചാരിക്കും. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആള് കയറി ഇനി ഫുൾ ഈസിയാണ്. അപ്പോൾ പാർട്ടിനോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വഴിക്കുന്ന കാണാം, ഡീസൽ അടിക്കുന്നത്, അങ്ങനെയുള്ള അത്യാവശ്യം യാത്രേൻ്റെ ഇത് അതൊക്കെ കാണാം. പാട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ് മാഹിന്ന് എണ്ണയടിച്ച് മാഹി ബൈപ്പാസ് കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞപാട് വളരെ സന്തോഷമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ കണ്ട, ഒരു 1.5 ബ്ലോക്കാണ്. ഇവിടെ ചായപ്പീടിയെല്ലാം തുടങ്ങുന്ന പറഞ്ഞത്. ബ്ലോക്ക് തീരുന്നതിനിടയ്ക്ക് ചായ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലുകാരിയുടെ തട്ടേടെല്ലാം ഇടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അമ്മാതിരി ബ്ലോക്ക്. ഒരു ചായ എല്ലാം കുടിച്ചിട്ട് വരാം വണ്ടി നിർത്തിയിട്ട്. അനങ്ങുന്നില്ല, ചെറുങ്ങനെ ഒരു 10-ലും 15-ലായിട്ട് ഇറങ്ങിയത്. എന്താ ചെയ്യുക, രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും മൂന്നാർ ചവിട്ടി പിടിച്ചെടുക്കണം. കിട്ടൂലടാ, കിട്ടുമോ? കണ്ട, ഒന്നും കാണുന്നില്ലല്ലോ, നീലമയ. അപ്പോൾ നമുക്കിനി വെളിച്ചം വന്നിട്ട് കാണാം. കണ്ട, ഇതാണ് നീല രാത്രി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എറണാകുളത്തി ഇനി അങ്കമാലി പിടിക്കണം. ആ അങ്കമാലി നേരെ മൂന്നാർ ആനച്ചാലിലേക്കുള്ള ഏതോ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പറ്റുമ്പോൾ നമുക്ക് റിസോർട്ടിലൊന്ന് കാണിക്കാം, പിന്നെ പോകുന്ന വഴികൾ കാണിക്കാം. പിന്നെ എന്തുകൊണ്ട് നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിർത്തുന്നു, അതല്ലേ വീഡിയോ എടുക്കാൻ പറ്റുന്നു. പിന്നെ ഡ്രൈവിങ്ങിൽ വെറുതെ എന്തിനാന്നൊരു സാഹസത്തിന് മുറ്റുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയല്ലേ, ഒന്നും പുറത്തേക്കൊന്നും കാണാൻ കഴിയില്ല. അത് കണ്ട ഇതേപോലെ ലൈറ്റ് മാത്രമേ കാണാൻ കഴിയൂ. ഇത് കണ്ട കുട്ടൻസ് ഇന്നിങ്ങോട്ട് നോക്കോ, ഒരു ഹായ് പറഞ്ഞു. ആ ട്രെയിന് ഇത്രയോ അധികം ഇത്ര ഡയലോഗ് മതി, ഇത്ര ഡയലോഗ് മതി. അപ്പോൾ ഇനി നമുക്ക് മൂന്നാർ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. കേട്ടോ നല്ല ഗ്രാൻഡ് ഫ്ലോർ മാതിരിയില്ലേ, അതാണ് നമ്മുടെ വണ്ടി പ്രത്യേകത. ആ ലൈറ്റിൻ്റെ പിന്നെ ഈ ഫ്ലൂറസെൻറ്റിൻ്റെ ഒരു കോണാണ്, നൈസല്ലേ. നമ്മൾ രാത്രി ഇങ്ങനത്തെ ഇട്ട് കൊടുക്കും. അതുകൊണ്ടാ ഭയങ്കര ഫോൺ നോക്കുന്നു. അപ്പം രാവിലെയായി വീഡിയോ എടുക്കാണ്ടെന്ന് ശരിയാവില്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് പെരിയാറിൻ്റെ മുകളിലാണ്. പെരിയാറ് നല്ല കവിത ഓർമ്മയില്ലേ, ആ പെരിയാറിൻ്റെ മുകളിലാണുള്ളത്. ഈ പെരിയാറിൻ്റെ അറ്റത്താണ് മുല്ലപ്പെരിയാറുള്ളത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മുല്ലപ്പെരിയാറുള്ളത്. പിന്നെ ഇവിടുന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ചാറ വണ്ടികളും കാര്യങ്ങളെല്ലാം ചാറ പറയുണ്ട്. ഒരാൾ ഉറങ്ങുന്നുണ്ട് പാവം, ഓനാന്ന് കുറേ സമയം വണ്ടി ഓട്ടിയേ. ഓക്കെ കണ്ടോ, പെരിയാറൊന്നും ഇല്ല. പെരിയാറെല്ലാം നല്ല രസമില്ല കാഴ്ച മൊത്തത്തിൽ. നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി. പിന്നെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നതിനാലും വണ്ടി ഓട്ടം നടക്കൂല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മൂന്നാറിൻ്റെ ബോർഡ് കാണാം. അപ്പോൾ ലൊക്കേഷനിലെത്തി. ഇനി നമ്മളെ ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളെ വണ്ടി ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് വിജേഷ് പോയി നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ നോക്കുന്നുണ്ട് വണ്ടി പോയില്ലയോ എന്നില്ല. നോക്കട്ടെ, അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ മൂന്നാറെത്തി, നല്ലൊരു ഉറപ്പിറങ്ങി. ഒന്നുമില്ല, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വട്ടവടയിലേക്ക് പോയിരുന്നു. അതായത് അഭിമന്യുവിൻ്റെ വട്ടവടയിലേക്ക് പോയിരുന്നു. ഓക്കെ, അപ്പോൾ ആര്യാസ് കയറിയിട്ട് നല്ല വൈറ്റ് റൈസ് ചോറിൽ നിന്ന് വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഒരു കിടിലമ്പൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ വിടുമോയെന്ന് നമുക്കറിയില്ല. എന്നാലും ഞാൻ ഉള്ളിൽ കയറി കുറച്ചങ്ങനെ കൊണ്ട് ആദ്യത്തിൽ ഞാൻ കാണിച്ചു തരും. ഓക്കെ, നോക്കാമല്ലോ നമുക്ക്. ജീപ്പിൻ്റെ വില്ലീസ് വാഗൻ MDN 4080 1960 മോഡൽ, 58 മോഡലിലൊന്നും ഈ സാധനം ഇറങ്ങിയിട്ടില്ലേ. പിന്നെ ഫിയറ്റ് മിലാൻസോ 1953 മോഡൽ ഹാൻഡ് ഗിയർ, ഇറ്റലി, 1100 cc എൻജിൻ. ഓക്കെ, ഓപ്പൺ സാധനം നോക്കി. നമ്മളെ പത്മിനീൻ്റെ മുത്തമ്മാൻ്റെ മോനായിട്ട് വരും. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് റിലീസ് പോകാൻ ഇത് സാധനം. ഓക്കെ, പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, മൂന്നാറേക്ക് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവധി ദിവസങ്ങളിൽ ചെയ്യരുത്. കാരണം ഞാനിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലുള്ള, ഞാൻ രാവിലെ വന്നിട്ട് ആകെ വിസിറ്റ് ചെയ്ത് ടോപ്പ് സ്റ്റേഷനാണ്. അല്ല, നമ്മളെ മെയിൻ വട്ടവടയായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്, ടോപ്പ് സ്റ്റേഷനെ വിസിറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇത് വട്ടവട എത്തൂല. എന്താ അവസ്ഥ? ആ ഓക്കെ ഓക്കെ ഓക്കെ, 5 മണിയായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും എക്സ്പീരിയൻസ് കാര്യം ദിവസം വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങി ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ട് റിട്ടേൺ പോയത്. അപ്പോൾ ഈ ബ്ലോക്ക് കണ്ട, പിന്നെ ഈ ഇന്നോവേനെ കണ്ട, വണ്ടി ഞാൻ പറഞ്ഞു നോക്കിയാൽ ചങ്ക് ഒരു വീശൂല. ഈ ഇന്നോവേനെ കണ്ട, ഇത് മറ്റേ ഒട്ടകപ്പക്ഷി ഒളിച്ച മാതിരി തല ഉള്ളിലും ബാല് പുറത്തില്ലേ. ഇങ്ങനെയെല്ലാം വെക്കുന്നവനെ എന്നാ പറയണ്ടേ അല്ലേ? ആ, അത് അവരങ്ങ് പോയി, ബാക്കിയില്ല കോടണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം വെക്കുന്നതിനാ അങ്ങനെ സൈഡ് അങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടേ. സംഭവം നമ്മൾ ഹിംസയ്ക്ക് എതിരാണെങ്കിലും നമ്മളത് ചെയ്യൂലെങ്കിലും ഇങ്ങനത്തെ എല്ലാം വെക്കുന്ന കണ്ടാൽ ചെയ്തു പോകും. കാരണം ഈ കാറ് ആയിരിക്കും ബാക്കിയില്ലാക്കെല്ലാം എടുത്ത് പോകും. നമ്മളെ 19 സീറ്റാണ്, പിന്നെ ഒഴിഞ്ഞു പോകും.
അതിൻ്റെ അപ്പുറമില്ല ബസ്സിനല്ല എത്ര കഷ്ടപ്പെടും. ഇത് കണ്ട് ഈ കാണുന്ന ജനങ്ങൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഇവനെ പോലത്തെ ഓരോരുത്തരും വെക്കുന്നുണ്ടാ കണ്ടാ. ഇതെല്ലാം ഇല്ലാണ്ടാകണ്ട. നമ്മൾ മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നല്ല പാർക്കിംഗ് ആക്കി വെക്കുക. ഇത്ര നല്ല ഏരിയ അല്ലേ അല്ലേ, പാർക്കിങ്ങില്ല സൗകര്യം ഉണ്ടാക്കി വെക്കുക. അത്രേ പറയാനില്ലൂ. പിന്നെ കൂടുതലെന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദസ്സ് അനുവദിക്കുന്നില്ല. എനിക്ക് അവർ കാണാൻ പോയത് ടോപ്പ് സ്റ്റേഷനാണ്, നമ്മൾ കാണാൻ പോവില്ല. കാരണം നമ്മൾ വണ്ടിയിലിരുന്ന് കിടന്ന് ഉറങ്ങണം. കാരണം നമ്മുടെ ജീവിതം അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും ടൂറിസ്റ്റ് ഹൗസിലല്ലേ പണി, ഇല്ല ലോകം തെച്ചും കാണുന്നുണ്ടല്ലോ. അതിൻ്റെ എൻട്രൻസ് വരെ കാണും, അതിൻ്റെ അപ്പുറത്തേക്ക് അമ്മ കാണില്ല അല്ലേ. പാർക്ക് ചെയ്യാൻ അമ്മ പാർക്ക് ചെയ്ത് വെച്ച് ഒരു ചായ കുടിക്കുമ്പോഴത്തേക്ക് പാർട്ടി വരും, പിന്നെ അങ്ങ് പോകും, പിന്നെ അങ്ങ് എണീച്ച് പോകും. നോക്ക് പോ ചായ കുടിക്കാൻ പറ്റിയാ പറ്റി അത്ര തന്നെ. അപ്പോ ഇതിപ്പോ എത്ര കഷ്ടപ്പെട്ടിട്ട് അമ്മ ഇരുന്ന് ഇറങ്ങുന്ന നോക്കിയാ എത്ര കഷ്ടപ്പാടുണ്ട്. ഇങ്ങനത്തെ എല്ലാം ഓരോന്നിനാ ഇതിനെല്ലാം വിളിക്കണ്ടേ. പിന്നെ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ ഓട്ടോറിക്ഷക്കാരെ പേടിക്കണ്ടെങ്കിൽ ഇവിടെ പേടിക്കേണ്ടത് ഇവരാ. എന്താ പറയാ, വെടിയുണ്ട വരുന്നവർ വരും വളവെന്നല്ലോ, ഒരു വിഷയം ഉണ്ടാവില്ല. ഗണേഷ് കുമാർ 21 ലക്ഷം രൂപ അടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊരു സമാധാനം ഉണ്ട് നാടറെ. കണ്ടാ ഇത് ടോപ്പ് സ്റ്റേഷനിൽ തിരക്കാം. സമയം 5 മണി പൂട്ടാനായി. കണ്ട ഈ കഷ്ടപ്പാടുന്ന ഒരു പാടും കണ്ട. ഇതാ ബസ് തിരിഞ്ഞെത്താൻ വേണ്ടിയിട്ടാണ്. നീ ഒന്ന് ചവിട്ടി കൊടുത്തേ. എന്താ അതേതാ ബസ് കണ്ടാ. ആ ഒരു കാറുകാരന് പറക്ക് മനസ്സിലായില്ല, ഒളിഞ്ഞു കിട്ടില്ല. എന്നാൽ ആ കാറുകാരൻ അങ്ങോട്ട് എടുത്താൽ എന്നിട്ട് ആ നായിൻ്റെ മോൻ മല്ലിടുന്നല്ല, ഓനും പോവില്ല ആരും പോവില്ല. എന്താ അതെ ആ ഒരു ആറ് താഴെ വെക്കാൻ കാട് അത് വെക്കാനില്ല, സ്ഥലമൊന്നുമില്ല. അവൻ മല്ലിടുപോയി. പിള്ളേരാടാ ഇത് ലൈസൻസ് ആയിട്ട് വണ്ടി എടുത്തിട്ട് വരുന്ന. ഈ ഡ്രൈവിങ്ങിന് പിള്ളേർ വയസ്സായ ആള് ഒന്നുമില്ല, മാനേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല. ഓനോട് അപ്പുറം വെക്കാൻ പറയടാ, അപ്പുറം വെക്കാൻ പറ. ഇങ്ങനെയാണ് ഇതാക്കുന്നത്. ഓനോട് അപ്പുറം മാറ്റാൻ പറയാം. ഹലോ ഗൈസ്, നമസ്കാരം. ബ്ലക്കോറിൻ്റെ അടുത്തൊരു കിട്ടുമ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതങ്ങനെയല്ല പറയണ്ടേ, വീഡിയോ തീരുന്നതല്ലേ, അതിൻ്റെ അങ്ങനെയല്ലല്ലോ പറയണ്ടേ, സോറി ഏട്ടാ. അപ്പം പിന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ വെച്ചാൽ ഭയങ്കര ക്ഷീണമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഡേ സംഭവിച്ചത്. ഇനി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് സംഭവിക്കുന്നത് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിന്, അതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. അപ്പം ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വേറെന്താ പറയാനില്ല വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വേറൊന്നും പറയാനില്ല. ബാക്കി എൻ്റെ നാട്ടിലെത്തിയിട്ട് പറയാം. ഇനി 2ാമത്തെ ദിവസത്തിൽ പറയാം. ഇന്ന് തന്നെ പറഞ്ഞു നിർത്തിയതിനാൽ പിന്നെ അതിലൊരു ത്രില്ലില്ല. ഓക്കെ, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി.